ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കാത്തിരുന്ന നമ്മുടെ എന്താ പറയുക, നമ്മുടെ ബിഗ് ബോസ് തുടങ്ങാൻ പോവുകയാണ്. നമ്മൾ ഇന്നത്തെ ഗ്രാൻഡ് ലോജി കഴിഞ്ഞിട്ട് അറിയാം നമ്മൾ ആരൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ. കുറേ പേരുണ്ടായിരുന്നു. ഞാൻ കുറേ പേരുണ്ടെന്നുള്ള ലിസ്റ്റ് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോയ്ക്കകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ രേണു സുധി ഉണ്ട്, അങ്ങനെ കുറേ ടീമുണ്ട്. എല്ലാവരും നല്ല കട്ട സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇന്ന് കഴിഞ്ഞ് നാളത്തെ പ്രമോ മുതൽ അറിയാം ആരൊക്കെയാണ്. അതുപോലെ തന്നെ ഞാനൊരു കാര്യം ഞാൻ എല്ലാവരോടും പറയുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കൂട്ട് എന്താ പറയുക, ഫേക്ക് ആയിട്ട് ഇപ്പം ദേഷ്യം കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ആൾക്കാർ കാണുകയുള്ളൂ, അങ്ങനെയുള്ള ആൾക്കാർ മുന്നോട്ട് സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ചെല്ലുന്ന പാടെ എല്ലാവരെയും കയറി ഓരോന്ന് സംസാരിക്കണം, ദേഷ്യം പിടിപ്പിക്കണം, പിന്നെ അവിടെ ഭയങ്കര ബഹളം, ഇതൊന്നും ഇപ്പോഴത്തെ തലമുറയ്ക്കൊന്നും അതൊന്നും നോക്കിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ. നമുക്കതൊന്നും ഇഷ്ടപ്പെടത്തില്ല. കാരണം ഫേക്കായിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു രീതി, അവരുടെ ആ രീതികൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവർ ഫേക്കാണ് എന്ന് നമുക്ക് മനസ്സിലാകും അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഫേക്കായിട്ട് കുറേ എണ്ണം ഉണ്ടായിരുന്നു. ഞാൻ ആരുടെയും പേരൊന്നും പറഞ്ഞില്ല. പക്ഷേ ഇന്ന് എന്തായാലും ഞാൻ ഈ ഒരു 90 ദിവസം ഞാൻ എന്തായാലും എൻ്റെ വീഡിയോ ഇതിനെക്കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ തന്നെ ഇട്ടുകൊണ്ടിരിക്കുകയും ചെയ്യും. ഫേക്ക് ആരൊക്കെയാണെന്ന് വെച്ചാൽ മുഖത്ത് ഞാൻ കറക്റ്റായിട്ട് ഞാൻ പറയും, ഇന്ന ആളാണ് ഫേക്ക്, എനിക്കങ്ങനെയാണ് തോന്നുന്നത് എന്നൊക്കെ ഞാൻ പറയും. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ പറയുന്നതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ അതൊന്ന് കമൻറ്റ് ചെയ്ത് തരണം. അത് നിങ്ങളുടെ എന്താണ് അഭിപ്രായം എന്നുള്ളതെല്ലാം നമുക്ക് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്കങ്ങനെ ഫേക്ക് ഐഡിയകളെ ഒന്നും നമുക്കങ്ങനെ മുന്നോട്ട് വളർത്തിക്കൊണ്ട് പോകരുത്. നല്ല രീതിയിൽ കളിച്ച് നല്ല ഗെയിമൊക്കെ കളിച്ച് നല്ല രീതിയിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ, മുന്നോട്ട് നമുക്ക് നയിക്കാനുള്ള ഒരു സപ്പോർട്ട് കൊടുക്കണം. അല്ലാതാണ്ട് ഇങ്ങനെ ഫേക്ക് വന്നിട്ട് ദേഷ്യം കാണിക്കണം, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം, അങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, അല്ലാത്തവരെ പിന്നെ എന്താ പറയുക വോട്ട് കിട്ടത്തില്ല കളയും എന്നൊക്കെയുള്ള ചിന്തഗതിയിൽ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്. അവരെ ഒന്നും നമ്മൾ സപ്പോർട്ട് ചെയ്യരുത്. നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നവരെ മാത്രം നമ്മൾ സപ്പോർട്ട് ചെയ്യുക. അവർക്ക് വേണ്ടി നമ്മൾ വോട്ടൊക്കെ കൊടുത്ത് അവരെ വിജയിപ്പിക്കാൻ നോക്കുക മാക്സിമം. അല്ലാത്തവരുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഞാൻ ഇതുപോലെ വീഡിയോയ്ക്കകത്ത് എല്ലാ ദിവസവും പറയുമ്പോൾ നിങ്ങൾ അതുപോലെ ഒന്ന് കമൻറ്റ് അടിയിൽ ഒന്ന് പറഞ്ഞേക്കണം കേട്ടോ. അത് മറ്റുള്ളവർക്കും കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ രീതികൾ ഇപ്പോൾ എൻ്റെ കൂട്ടാണോ നിങ്ങൾക്ക് തോന്നിയെന്നൊക്കെ നമുക്ക് അറിയാമല്ലോ, അതിനു വേണ്ടിയാണേ. അപ്പം വന്ന പാടെ നമ്മുടെ രേണു സുധി കയറിയ പാടെ പൊട്ടി പളിസായിട്ട് ആയെന്നൊക്കെയാണ് നമ്മൾ കുറേ പ്രൊമോയ്ക്കകത്തൊക്കെ നമ്മളിങ്ങനെ കുറേ പേരുടെ യൂട്യൂബിനകത്തും ഒക്കെ നമ്മളിങ്ങനെ കാണുന്നത് അങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മളൊന്നും കണ്ടിട്ടില്ല. ഇന്നാണ് നമ്മൾ 7 മണിക്ക് വെയിറ്റ് ചെയ്യുകയാണ് എന്താണ് സംബന്ധം. പക്ഷേ രേണു സുധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി ഏറ്റവും അവസാനമാണ് വരുന്നത് എന്നുള്ള സംഭവമാണ് കിട്ടിയേക്കുന്നത് കേട്ടോ. ചിലപ്പം നാളെയൊക്കെ ആയിട്ടൊക്കെ ആയിരിക്കും, എന്തോ എനിക്കറിയത്തില്ല, പുള്ളി ഏറ്റവും അവസാനമാണ് വരുന്നതെന്നൊക്കെ. പക്ഷേ എന്തായാലും കയറിയ പാടെ നല്ല പുള്ളിയെ വെള്ളം കുടിപ്പിക്കുന്ന കുറേ ടീമൊക്കെ ഇതിനകത്തുണ്ട്. പുള്ളിയുടെ കുറേ ശത്രുക്കൾ എന്ന് പറയുന്ന കുറേ ആൾക്കാർ നമ്മുടെ ഇതിനകത്തുണ്ട്. അവരൊന്നും പേര് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്ക് ഇന്ന് ഫുൾ കണ്ടിട്ട് ഇന്ന് മുതൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ഇട്ടിട്ട് തുടങ്ങാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എല്ലാവരും കട്ട സപ്പോർട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഇങ്ങനെയൊക്കെ നമ്മൾ വീഡിയോസൊക്കെ ഇടുമ്പോഴുണ്ടല്ലോ, അതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് പറയുന്നുണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ എഴുതണം. നമ്മൾ ആരുടെയും മുഖത്ത് നോക്കണ്ട. നമുക്ക് എന്താണ് തോന്നുന്നത് അതുപോലെ തന്നെ നമ്മൾ വീഡിയോസ് ഇടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ അതുപോലെ തന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം നമുക്ക് ഫേക്ക് എന്നില്ലാത്ത ആൾക്കാരെ മാത്രം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രം മതി. എന്തായാലും ഈ കയറുന്ന എല്ലാത്തിൻ്റെ മുഖംമൂടി വലിച്ച് കീറാനുള്ള കുറേ ടീം എന്തായാലും ഈ യൂട്യൂബ് ചാനൽ പിന്നെ എന്താ പറയുക, ഈ യൂട്യൂബ് എന്ന് പറഞ്ഞാൽ സോറി കേട്ടോ, നമ്മുടെ ബിഗ് ബോസിനകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പം ഇവരുടെയൊക്കെ മുഖംമൂടികൾ ഇങ്ങനെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവരെയൊക്കെ കാണുമ്പം സോഷ്യൽ മീഡിയയിലേക്ക് ഇവരെയൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് ഇവരുടെ മറ്റൊരു മുഖമാണ് നമ്മൾ കാണുന്നത് അല്ലേ. ശരിക്കും വീട്ടിൽ നിൽക്കുന്ന മുഖം നമ്മളിപ്പം കാണാൻ പോകുന്നത് നമുക്ക് ബിഗ് ബോസിനകത്താണ്. അപ്പം ലാലേട്ടൻ പറയുന്നുണ്ട് ഭയങ്കരമായിട്ട് ഭയങ്കര കഴിഞ്ഞ പ്രാവശ്യത്തെ കൂട്ടല്ല, ഭയങ്കര എന്തൊക്കെയോ കുറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ട് നമുക്ക് മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കണ്ടറിയാമല്ലോ. പിന്നെ എന്ന് വെച്ചാൽ ലാലേട്ടൻ പിന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു കുഞ്ഞ് സുന്ദരി കുട്ടി അതിനകത്ത് വന്നിട്ടുണ്ട്. എപ്പോഴും ഇങ്ങനെ ലാലേട്ടാന്ന് വിളിച്ച് പല്ലൊന്നും ഇല്ലാത്ത സുന്ദരി കുട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം, ശരിയാണ്, ഇതിനകത്തൊരു കൊച്ചുണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇന്നത്തെ നമുക്ക് കാണുമ്പോൾ നമുക്കറിയാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ സി യു. അപ്പോൾ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ.